റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിക്കണമെന്ന് UDF നേതൃത്വം. മണ്ഡലത്തിൽ സജീവമാകാൻ അൻവറിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവർ മത്സരിച്ചാൽ കോഴിക്കോട് അത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം നൽകാനാണ് മുന്നണിയിലെ ആലോചന. അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ബേപ്പൂരിൽ കടുത്ത മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പി വി അൻവർ കൂടി ബേപ്പൂരിലേക്ക് എത്തുന്നതോടെ പക്ഷേ ബേപ്പൂരിൽ മാത്രം പി വി അൻവറിന്റെ സ്വാധീനം നിൽക്കില്ല. തൊട്ടടുത്തുള്ള കോഴിക്കോട് മണ്ഡലത്തിലെ നോർത്തിലും ഒക്കെ വലിയ സ്വാധീനം പി വി അൻവർ ഉണ്ടാക്കാൻ സാധിക്കും. പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഓളം കിട്ടുന്നത് കോഴിക്കോടിന് കൂടിയായിരിക്കും. ചീര നനയുമ്പോൾ വാഴ നനയുമ്പോൾ കുറച്ച് ചീരയ്ക്ക് കൂടി കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് പി വി അൻവറിനെ ബേപ്പൂരിൽ നിർത്താനുള്ള നീക്കം, അല്ലേ അഭിലാഷ്? അരുൺകുമാർ പറഞ്ഞത് തന്നെയാണ് വാസ്തവം. കാരണം ബേപ്പൂരിൽ പി വി അൻവർ വരികയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ മത്സരം നടക്കും. അതിനൊപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടാവുമെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനവും ഇപ്പോൾ UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് വരുന്നത്. കോഴിക്കോട് DCCയും പി വി അൻവറിന് മുകളിൽ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയതായുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും പി വി അൻവറിന് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അത് ബേപ്പൂർ മാത്രമായിരിക്കും. ബേപ്പൂരിൽ മത്സരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും അവിടെ സജീവമാകാനുള്ള ഒരു തീരുമാനവും പി വി അൻവറിന്റെ ഭാഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ആശയവിനിമയം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. നേരത്തെ തവനൂരും അതോടൊപ്പം തന്നെ പട്ടാമ്പി അടക്കമുള്ള മറ്റു മണ്ഡലങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കുന്നു. കൂടുതൽ സീറ്റുകൾ തേടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോകുന്നത്. കാരണം UDFനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുമെന്നുള്ള ഒരു ബോധ്യം കൂടി അവർക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ UDF പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം അവർ എടുത്തിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സംഘടിപ്പിക്കുന്ന യാത്രയുടെ ഭാഗമായി വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സജീവ് മഞ്ഞക്കടമ്പിൽ, നിസാർ തുടങ്ങിയ ആളുകൾക്കും നേരത്തെ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ കടുംപിടുത്തത്തിനില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് വരുന്ന സന്ദേശം. ഓക്കെ, താങ്ക് യു. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കാൻ ഇറങ്ങിയാൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളിയാണ്. നല്ല മത്സരം, തീവാറുന്ന മത്സരം പ്രതീക്ഷിക്കാം. ഇരുവരും ശക്തരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനൊരു കണക്കുകൂട്ടൽ കൂടി UDFനുണ്ട്. തിരുവമ്പാടി ഒരുപക്ഷെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം വരികയാണെങ്കിൽ മാണി സി കാപ്പന് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വെച്ചിരുന്നത് തിരുവമ്പാടി കിട്ടുന്നില്ല. പിന്നെ മത്സരിക്കാൻ സാധ്യതയുള്ളത് നിലമ്പൂരിൽ പിന്നെ നോക്കണ്ട, അത് രണ്ട് ഷോക്കത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ബേപ്പൂരിലേക്ക് വരിക, കടുത്ത മത്സരം, നല്ലൊരു മത്സരം കാഴ്ചവെക്കുക, ഒരുപക്ഷെ വിജയിച്ച് കയറാം എന്നുള്ളതാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. അത് ബേപ്പൂരിൽ മാത്രമായിരിക്കില്ല, തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ കൂടി അതിൻ്റെ പ്രയോജനം ലഭിക്കും. വാഴ നനയുമ്പോൾ ചീരയ്ക്ക് കൂടി കുറച്ച് കിട്ടട്ടെ എന്നുള്ളതാണ്.